നമസ്കാരം. ഓരോ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് പറയുന്ന ടോപ്പിക്ക് ലോൺ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ലോൺ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് ചിലപ്പോൾ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലത്തെ ഫൈനാൻഷ്യൽ ഓർഗനൈസേഷനിൽ നിന്നോ നമ്മൾ സാമ്പത്തികമായിട്ട് ആവശ്യത്തിനായിട്ട് ലോൺ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ അത് മെഷീനറി പർച്ചേസ് ചെയ്യാനാവാം, അങ്ങനെ പല ആവശ്യങ്ങൾക്കും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഓഡുവിൽ എൻട്രി ചെയ്യുന്നതും അതിന് നമ്മളൊരു 2-3 കോൺഫിഗറേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓടും അത് നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ പീരീഡ് കഴിയുന്നവരെ മീൻസ് നമ്മുടെ കാലാവധി കഴിയുന്നവരെ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ അതിലിപ്പോൾ എന്ത് ചെയ്യും, നമ്മളിത് പോസ്റ്റ് ചെയ്യും മീൻസ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2-3 ഡിഫറെൻ്റ് അക്കൗണ്ട് കൈൻഡ് ഓഫ് കാൽക്കുലേഷൻ വരുന്നുണ്ട്. ഒന്ന് ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ അക്കൗണ്ടിങ് എൻട്രി വരുന്നുണ്ട്, JV എങ്ങനെയാണ് പാസ് ചെയ്യേണ്ടത്, അതുപോലെ അമോർട്ടൈസേഷൻ ഷെഡ്യൂൾ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതാണ്. ഓക്കെ, അതിനായിട്ട് ഞാൻ സിസ്റ്റത്തിലോട്ട് പോകുന്നു. ഓക്കെ, നമ്മൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്, ഞാനൊരു ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ 3 ചാർട്ട് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഷോർട്ട് ടേം, അതുപോലെ ലോങ് ടേം, അതുപോലെ ഒരു എക്സ്പെൻസ് അക്കൗണ്ടും. ഓക്കെ, ഷോർട്ട് ടേം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ്, ഷോർട്ട് ടേം ലോൺ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, ടൈപ്പ് കറണ്ട് ലയബിലിറ്റിയിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് ലോങ് ടേം കൊടുക്കുന്നു. ഇത് നോൺ കറണ്ട് ലയബിലിറ്റിയിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഷോർട്ട് ടേം പറഞ്ഞാൽ മനസ്സിലായത് നിങ്ങൾക്ക് ഒരു വർഷത്തിൻ്റെ കാലാവധിക്കുള്ളിലാണ് അത് അടയ്ക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ നിന്ന് ഒരു 10,000 മീൻസ് ബാങ്കിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ആ 12 മാസത്തിനുള്ളിൽ തിരിച്ചടക്കേണ്ട ലോണാണ്. ഓക്കെ, ഇപ്പോൾ ലോങ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ക്യാഷ് ബാങ്കിൽ നിന്ന് എടുത്തു, അതെന്ത് ചെയ്യണം, 12 മാസത്തിന് ശേഷം, ഇപ്പോൾ ചിലപ്പോൾ 5 വർഷത്തിൻ്റെ കാലാവധി അല്ലെങ്കിൽ ഒരു 2 വർഷം, അപ്പോൾ ആ കാലാവധിയിലാണ് അതിലടക്കേണ്ടത്. ഓക്കെ, അത് ഇനി ഞാനൊരു എക്സ്പെൻസിൻ്റെ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ലോൺ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ടൈപ്പ് എക്സ്പെൻസാണ് കൊടുക്കുന്നത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പറയും ഇത് ലോണ് ശരിക്കും നോൺ ലയബിലിറ്റിയാണ്, പക്ഷേ ഇതൊരു എക്സ്പെൻസാണ്. ആക്ച്വലി ഇതൊരു എക്സ്പെൻസാണ്, അതുകൊണ്ടാണ് എക്സ്പെൻസിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ 3 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ആൻഡ് ഇൻട്രസ്റ്റ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ജേണലും ക്രിയേറ്റ് ചെയ്യുന്നു. എൻ്റെ ഈസി പർപ്പസിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, മിസ്ലേനിയസ് ജേണലിൽ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ അതിന് ലോൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഓക്കെ, നിങ്ങളെ സീക്വൻസ് നമ്പർ കൊടുക്കാം, സേവ് ചെയ്തു. ഇപ്പം നമ്മൾ സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഞാനൊരു ബാങ്ക് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ എക്സിസ്റ്റിംഗ് ബാങ്കിൽ ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ, ഞാൻ ഈ ബാങ്കിന് യൂസ് ചെയ്യുന്നു. ഇതിലെന്ത് ചെയ്യണം, ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്യാഷ് എടുക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ബാങ്കിൽ ഞാൻ ന്യൂ കൊടുത്തു, ആ ട്രാൻസാക്ഷൻ ഇവിടെ എൻട്രി ചെയ്യാണ്. ഞാൻ ആ ഡേറ്റ് കൊടുത്തു, ഫോർ എക്സാമ്പിൾ ജൂലൈ 26-ന് ടേക്കിംഗ് ലോണ്. ഓക്കെ, എമൗണ്ട് കൊടുത്തു, ഞാൻ 10,000 BD കൊടുത്തു. ഓക്കെ, ഞാനിത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ലിസ്റ്റ് വ്യൂവിൽ നോക്കി കഴിഞ്ഞാലും അത് കിട്ടും. ലോൺ ഫസ്റ്റത്തെയാണ്, മീൻസ് സെക്കൻഡാണ്, ജൂലൈ ടേക്കിംഗ് ലോൺ എന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഞാൻ കൺവെൻ വ്യൂവിൽ നോക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മളെങ്ങനെ എന്ത് ചെയ്യണം, നമ്മളിത് എങ്ങനെ എൻട്രി ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി അതിനെന്തായിട്ടാണോ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ലോണിൽ ന്യൂ എന്ന് കൊടുത്തിട്ട് ഇപ്പം ഞാനൊരു ലോണ്, ബാങ്ക് ലോണ്, ഇപ്പോൾ എന്തെങ്കിലും മെഷീനറി എന്തെങ്കിലും കൊടുക്കുന്നു, നിങ്ങൾ ആ നെയിം കൊടുക്കുന്നു, മെഷീനറി പർച്ചേസിന് ന്യൂ എക്യുപ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നു. ഓക്കെ, ന്യൂ മെഷീനറി കൊടുത്തു. ഇപ്പം നമ്മളെടുത്തത് 10,000 ആണ്. ഓക്കെ, ഞാൻ 10,000 BD എന്ന് കൊടുത്തു. അതിൻ്റെ ശേഷം ലോൺ ഡേറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഞാൻ ലോൺ ഡേറ്റ് ഇവിടെ കൊടുത്തു. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ തന്നെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. ഞാനിത് കൊടുക്കുന്നില്ല, ജസ്റ്റ് കമ്പ്യൂട്ടർ കൊടുക്കുമ്പോൾ നമുക്ക് അടുത്തൊരു വിസാർഡിലോട്ട് വരും. കമ്പ്യൂട്ടർ കൊടുത്തു കണ്ടോ, കമ്പ്യൂട്ടർ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കാം. നമുക്ക് നേരത്തെ ഇവിടെയും കൊടുക്കാം, അതിന് എമൗണ്ട് കൊടുക്കണം. ഞാൻ എന്ത് ചെയ്യുന്നു, 5%-ലാണ് ഇൻട്രസ്റ്റ്. ഞാനിത് ഒരു 1 ഇയറിൽ, അതുപോലെ എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈയിൽ, എൻഡ് ഓഫ് പേയ്മെൻറ്റ് ചെയ്യുന്ന എല്ലാ മാസവും അവസാനത്തിൽ. അതുപോലെ ഇവിടെ കോമ്പൗണ്ടിങ് മെത്തേഡ് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചില മാസങ്ങളിൽ നമുക്ക്
ഇപ്പോൾ ജനുവരിയിൽ 31 വരുന്നുണ്ട്, അതുപോലെ ഫെബ്രുവരിയിൽ 28 വരും, 29 വരുന്നുണ്ട്, അതുപോലെ ചില മാസങ്ങളിൽ 30 അങ്ങനെ വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനാണ് ഞാൻ 30 ഔട്ട് ഓഫ് 360. ഓക്കെ, ഇപ്പോൾ ഒരു വർഷം എങ്ങനെയായാലും എനിക്ക് 30 ദിവസത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ സെനാരിയോയിലാണ് കൊടുത്തത്. ഓക്കെ, അതാണ് ഇവിടെ കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ അപ്ലൈ കൊടുത്തു. അപ്ലൈ കൊടുത്തപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എൻട്രി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങളെ പ്രിൻസിപ്പൽ എമൗണ്ട്, ഇൻട്രസ്റ്റ്, പേയ്മെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ്, ലോങ് ടേം, ഷോർട്ട് ടേം, ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഓക്കെ എല്ലാം ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഷോർട്ട് ടേം എത്രയാണ്, ലോങ് ടേം. ഇപ്പോൾ നിങ്ങൾക്ക് ലോങ് ടേം കാണിക്കില്ല, ഞാൻ ഒരു വർഷത്തെ പീരീഡാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഒരു വർഷത്തിൻ്റെ ഉള്ളിലുള്ള ഡ്യൂറേഷനാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഞാൻ ഇത് കൺഫേം ചെയ്യുന്നു. വൺസ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇതിലത്തെ ജൂലൈയിലത്തെ എൻട്രി മാത്രം പോസ്റ്റ് ആവും. കാരണം എന്താണ്? അത് ഓൾറെഡി കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ലോൺ ഡേറ്റ് ഇവിടെ എനിക്ക് ഓഗസ്റ്റ് മുതലാണെങ്കിൽ അത് പോസ്റ്റ് ആവില്ല. ഓക്കെ, പേയ്മെൻറ്റ് ഡേറ്റ് നമ്മൾ 31st ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് കൺഫേം ചെയ്യുന്നു. സോറി, ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഉണ്ട്. ഇപ്പം നേരത്തെ ഈ ലോൺ സെറ്റിങ്സിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ഇവിടെ മാപ്പ് ചെയ്യണം. ലോങ് ടേമിൻ്റെ അക്കൗണ്ട്. ഓക്കെ, ഇത് ലോങ് ടേം ലോണ്, അതുപോലെ ഷോർട്ട് ടേം, ഓക്കെ, ഇൻട്രസ്റ്റ് ലോൺ. ഓക്കെ, ഇത് മാപ്പ് ചെയ്ത് കൺഫേം ചെയ്ത് ഓക്കെ ഓക്കെ അടിച്ചു. അതിനുശേഷം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ലോണിന്റെ ജേണലും മാപ്പ് ചെയ്തു. ഓക്കെ, ഇത് കൺഫേം ചെയ്തു. വൺസ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റർ എൻട്രി വന്നു. ഇപ്പം എന്താണ്? ജൂലൈയിലത്തെ എൻട്രി മാത്രമാണ് പോസ്റ്റ് അയക്കുന്നത്. ഞാൻ പോസ്റ്റർ എൻട്രീസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജൂലൈയിലത്തെ എൻട്രി പോസ്റ്റ് ആയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ജൂലൈയിൽ 3 എൻട്രീസ് വന്നിട്ടുണ്ട്. ഓക്കെ, 31 അത് റിവേഴ്സും ആയിട്ടുണ്ട്. എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പം ജൂലൈ 31 ഒരു എൻട്രി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ലോൺ എമൗണ്ട്, ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ മീൻസ് പ്രിൻസിപ്പൽ എമൗണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഭാഗമാണിത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പേയ്മെൻറ്റ് എൻട്രിയാണ്. ഓക്കെ, ഞാൻ അതിന് JV നോക്കാം. ഇതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലോങ് ടേം ഡെബിറ്റ് ആയിട്ടുണ്ട്, അതുപോലെ ഷോർട്ട് ടേം ക്രെഡിറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഉണ്ടല്ലോ, അത് വീണ്ടും ഡെബിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ എൻട്രി ആണ്. ഇനി ഞാൻ സെക്കൻഡ് ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാം. ഓക്കെ, അതിൻ്റെ JV നോക്കുന്നു. ഇപ്പോൾ സെക്കൻഡ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓടും എന്ത് ചെയ്യും? എവറി മന്തിൽ ചെക്ക് ചെയ്യും ഏത് പേയ്മെൻ്റ് ആണ് ഡ്യൂ ഉള്ളത് വിത്തിൻ നെക്സ്റ്റ് 12 മന്ത്സിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഓട് എന്ത് ചെയ്യുന്നു? നമുക്കൊരു എൻട്രി പാസ്സാവും ഓട്ടോമാറ്റിക്കലായിട്ട്. ലോങ് ടേമിൽ നിന്ന് ഡെബിറ്റ് ആയിട്ട് ഷോർട്ട് ടേമിലോട്ട് അക്കൗണ്ട് ഒരു ഓട്ടോമാറ്റിക് അക്കൗണ്ട് പാസ്സാവുന്നുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിവേഴ്സൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, ഇനി ഞാനെന്ത് റിപ്പോർട്ടിങ്ങിൽ ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യുന്നു. റിപ്പോർട്ടിങ്ങിൽ ബാലൻസ് ഓക്കെ, അതിന് മുന്നേ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ബാങ്കിൽ നമ്മൾ നേരത്തെ എടുത്തത് റീകൺസിലേഷൻ ചെയ്യുന്നു. ഓക്കെ, ട്രാൻസാക്ഷൻ കൊടുത്തു. ഞാൻ എന്ത് ചെയ്യണം? ടേക്കിംഗ് ലോണാണ്. അത് എനിക്ക് അക്കൗണ്ട് ലോങ് ടേം അക്കൗണ്ടിലാണ് കൊടുക്കേണ്ടത്. ലോങ് ടേമിന് ഓക്കെ, ഞാൻ എന്ത് ചെയ്യും? ആ ലോങ് ടേം അക്കൗണ്ട് മാപ്പ് ചെയ്യുന്നു. റീകൺസിലേഷനായി ഞാനിത് ഇന്ന് റിപ്പോർട്ടിങ്ങിൽ ബാലൻസ് ഷീറ്റിൽ പോകുന്നു. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ മനസ്സിലാവും. ഇപ്പോൾ നോൺ കറണ്ട് ലയബിലിറ്റിയിൽ ഇപ്പോൾ നമ്മൾ എടുത്തത് 10,000 ആയിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഇത് കുറഞ്ഞിട്ടാണ്. ഞാനത് ലെഡ്ജർ നോക്കുന്നു. ഓക്കെ, ലെഡ്ജർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാം. ഓക്കെ, ടേക്കിംഗ് ലോൺ ഫസ്റ്റത്തെ എടുത്തതിൻ്റെ ഇതാണ് കുറഞ്ഞതിൻ്റെ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനത് എന്ത് ചെയ്യുന്നത്? ആ ജസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പോയിട്ട് ആ ലോണിൻ്റെ ഓപ്പൺ ചെയ്യുന്നു. ഞാനത് എന്ത് ചെയ്യുന്നു? അൺപോസ്റ്റ് ചെയ്ത് തരുന്നു. ഫോർ എക്സാമ്പിൾ ഈ 3 എണ്ണം അൺപോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഷീറ്റിൽ ഞാൻ റീസെറ്റ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നത്. ഇനി ഞാൻ റിപ്പോർട്ടിങ്ങിൽ ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ നോൺ 10,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അതെന്താ പോസ്റ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ മീൻസ് പാസ്സാവുന്നുള്ളൂ. ഓക്കെ, ഞാൻ വീണ്ടും അത് ഇപ്പോൾ 10,000 എന്ന് വന്നിരിക്കുന്നത്. ഞാൻ ലോണിൽ പോകുന്നു, ഓപ്പൺ ചെയ്യുന്നു, ഞാൻ എൻട്രി ഓപ്പൺ ചെയ്യുന്നു. ഫസ്റ്റത്തെ 3 എൻട്രി ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ റിപ്പോർട്ടിങ്ങിൽ വീണ്ടും പോകുന്നു, ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ലോൺ എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ലോൺ
സിസ്റ്റം സെറ്റ് മാനേജ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, വീഡിയോയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.